തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം അവസാന ലാപ്പിലേക്ക്. കന്യാകുമാരിയെ ഇളക്കിമറിച്ച ടി.വി.കെ അധ്യക്ഷൻ വിജയ് നടത്തുന്ന റോഡ് ഷോയിൽ വൻ ജനപങ്കാളിത്തം. കന്യാകുമാരിയിലും മഹാദാനപുരത്തും വിജയ് സൈക്കിൾ ഷോ നടത്തി. ടി.വി.കെയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ വിജയ് പ്രഖ്യാപിച്ചു. എം.കെ. സ്റ്റാലിൻ സർക്കാരിനെ വിജയ് രൂക്ഷമായി വിമർശിക്കുന്നുമുണ്ട്. அத்தனை வழிகளையும் தாங்கிக்கிட்டு உங்களுக்காக மட்டுமே வந்திருக்கிறேன். ஒரு நாளும் பொய் சொல்லி உங்களை நான் ஏமாத்த மாட்டேன். இந்த 4 முனை போட்டி 40 முனை போட்டி எத்தனை முனை போட்டி எத்தனை உருட்டினாலும் இங்க 2 முனை போட்டி தான். ஒன்னு டிவிகே, இன்னொன்னு டிஎம்கே. மக்கள் விரோத ஆட்சி நடத்துற ஸ்டாலின் சார் வேணுமா? மக்களை நேசிக்கிற உங்க விஜய் வேணுமா? കന്യാകുമാരിയിൽ നിന്ന് ഷഫീദ് റാവുത്തറുണ്ട്. ഷഫീദ്, വലിയ വാഗ്ദാനങ്ങളാണ്. കൈക്കൂലിയില്ലാതെ സർക്കാർ സേവനങ്ങളെല്ലാം വീടുകളിലെത്തും. ആധാർ കാർഡ് മാതൃകയിൽ തമിഴ്നാട് സിറ്റിസൺഷിപ്പ് കാർഡ് പുറത്തിറക്കും. സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കലെത്തും. അതോടൊപ്പം തന്നെ DMKയും മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനെയും കടന്നാക്രമിക്കുന്നു. പോരാട്ടം ടി.വി.കെയും DMKയും തമ്മിലെന്ന സിനിമാ സ്റ്റൈൽ പ്രസംഗം, അതുപോലെയാണ് അണികളെ പ്രവർത്തകരെ കോരിത്തരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസംഗമാണ് കന്യാകുമാരിയിൽ നടത്തിയത്. അങ്ങനെ പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ വിജയം വിട്ടുകൊടുക്കാതെ വലിയ പ്രചാരണം, കാടടച്ചുള്ള ഒരു പ്രചാരണം തന്നെയാണ് നടത്തുന്നത്. അതിൽ തീർച്ചയായിട്ടും, കാരണം തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ തെക്കൻ തമിഴ്നാട്ടിലാണ് വിജയ് ഇന്ന് വലിയ ആവേശത്തോടുകൂടി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചത്. മാത്രവുമല്ല, നേരത്തെ ഈ കന്യാകുമാരിയിലെ പരിപാടിയിൽ റോഡ് ഷോയ്ക്ക് പുറമെ ഒരു പൊതുയോഗം അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിച്ചെങ്കിലും അവസാന നിമിഷം സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം ആ പൊതുയോഗം നടത്തിയിരുന്നില്ല. എന്നാൽ മഹാദാനപുരം മുതൽ കന്യാകുമാരി വരെയുള്ള 3 കിലോമീറ്റർ ദൂരമാണ് വിജയ് റോഡ് ഷോ നടത്തിയത്. കന്യാകുമാരി, കുളച്ചൽ, നാഗർകോവിൽ, പത്മനാഭപുരം, വിളവങ്കോട്, കിള്ളിയൂർ തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങളുടെ പ്രചരണങ്ങളുടെ ഭാഗമായിട്ടാണ് കന്യാകുമാരിയിലേക്ക് വിജയ് എത്തിയത്. അദ്ദേഹം എത്തിയത് തന്നെ വലിയ നാടകീയമായിട്ടായിരുന്നു. അതായത് ഏതാണ്ട് കാവൽ കിണറിന് ശേഷം അദ്ദേഹം പ്രവർത്തകരെ വാഹനത്തിൽ കണ്ട് അഭിവാദ്യം ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം തുറന്ന വാഹനത്തിൽ നിന്ന് മഹാദാനപുരത്തേക്ക് എത്തിയപ്പോൾ തുറന്ന വാഹനത്തിൽ നിന്നിറങ്ങി പ്രവർത്തകരുടെയും ആരാധകരുടെയും ഇടയിലേക്ക് സൈക്കിൾ ചവിട്ടിയെത്തിയാണ് ജനങ്ങളെ വിജയ് ആവേശം കൊള്ളിച്ചത്. ഏതാണ്ട് 10 മിനിറ്റും സൈക്കിൾ ചവിട്ടി വിജയ് ജനങ്ങൾക്ക് നടുവിലേക്ക് എത്തി. അതിനുശേഷമാണ് അദ്ദേഹം ആ വാഹനത്തിന് മുകളിലേക്ക് കയറി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത്. ഭരണകക്ഷിയായ DMK കടന്നാക്രമിച്ചും വിപ്ലവകരമായ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചുമായിരുന്നു കന്യാകുമാരിയിലെയും വിജയുടെ പ്രസംഗം. സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകൾ സാധാരണക്കാരെ പീഡിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണെന്ന് വിജയ് കുറ്റപ്പെടുത്തി. ഒരു ചെറിയ കാര്യത്തിന് പോലും ജനങ്ങൾ ഉദ്യോഗസ്ഥരുടെയും ഭരണകക്ഷി നേതാക്കളുടെയും മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥയാണ്. മാത്രമല്ല, അഴിമതി താഴെ തട്ട് വരെ നീണ്ടു. ജനങ്ങൾക്ക് സേവനം ലഭിക്കേണ്ട ഉത്തരവാദിത്തമാണ് കന്യാകുമാരിയിലെ ടി.വി.കെയുടെ പ്രചാരണത്തിന്റെ വിശേഷങ്ങളുമായി വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.